നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞാനും ആഗ്രഹിക്കുന്നില്ല, ആരും ആഗ്രഹിക്കുന്നില്ല. അതാണ് ഫിക്ഷൻ്റെ പ്രാധാന്യം. നിങ്ങൾക്ക് ഇപ്പോൾ സാധാരണ മനുഷ്യരുടെ കഥ ചലച്ചിത്രമായാൽ നിങ്ങൾ എത്ര പേര് പോകും? അതിന് ആംബിയൻസ് ഇല്ല, അതിൻ്റെ ബാക്കിൽ ലോ ബഡ്ജറ്റ് പടപട. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു ഭയങ്കര 50 പേരെ അടിച്ചിടുന്ന ഒരു നായകനെയും പിന്നെ 50 പേരുടെ കുരവള്ളിക്ക് പിന്നെ കടാര കയറ്റി ഒക്കെ ഒരാളിൽ കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നു. കാരണം അത് ഫിക്ഷൻ്റെ സത്യമാണത്. നിങ്ങൾ ഈ പറയുന്നതിനുള്ള യാഥാർത്ഥ്യത്തിൽ എന്നും ജീവിക്കാം. അമ്മ പറഞ്ഞിട്ട് നീ എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നു, എങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങി പോകണം, വീട്ടിൽ വരാൻ നേരെ ഉത്തരവായില്ലടാ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഉള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള വലിയൊരു വിടുതലാണ്. നിങ്ങളുടെ ഹൈ ആണ്, നിങ്ങൾ ഹൈ തേടിയാണ് ചെറുപ്പക്കാരെല്ലാവരും ഇതിലേക്ക് പോകുന്നത്. അതിന് ഞാനൊരിക്കലും അതിന് എതിരായിട്ട് ഞാൻ പറയത്തില്ല. മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഒരു അതിഭീകര പിന്നെ ചെയ്ത്താണ്, വയലൻസ് ആണെന്ന് എൻ്റെ അടുത്തൊന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഇവിടുത്തെ ചെറുപ്പക്കാരെ പ്രതികരിക്കുന്നു, അവരുടെ മാനസികാവസ്ഥയെ പ്രതികരിക്കുന്നു. അവരുടെ പ്രതിഭയെ കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ ഭാവനയെ കൊണ്ടുവന്ന് എത്തിക്കുന്ന സാഹചര്യം അത് വയലൻസ് ഉപകരണമാക്കുന്നില്ല. ആരും പോയി റോഡിൽ ഇറങ്ങി വന്നിട്ട് കുത്തി കൊല്ലാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് യാഥാർത്ഥ്യബോധമുള്ള ചിത്രങ്ങളും നമുക്ക് വേണം. അതെല്ലാം ചേർന്ന ഒരു സംഗതി തന്നെയാണ് സിനിമ. പക്ഷെ അതിനുവേണ്ടിയുള്ള യത്നങ്ങളെന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള യത്നങ്ങളിലേക്ക് കൂടുതൽ 100% പേര് ഇത്തരത്തിലുള്ള ഇനിയുള്ള സിനിമകളെ എങ്ങനെ മുതലാക്കിയ പൈസ കിട്ടണ്ടേ? 50 രൂപ നിങ്ങൾക്ക് ഇവിടുന്ന് പോയപ്പോൾ നിങ്ങൾ ഇവിടുന്ന് തമ്പാനൂർ വരെ പോകുന്ന ഒരു ഓട്ടോക്കാരൻ നിങ്ങൾക്ക് 50 രൂപ അല്ലെങ്കിൽ 60 രൂപയാണ് പൈസ, 100 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് മാറും അല്ലേ? 100 രൂപ 60 രൂപയ്ക്ക് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണെന്ന് ചോദിക്കുന്ന സ്ഥലത്ത് നിന്ന് കോടികൾ ഇത് പോയിട്ട് നിങ്ങളുടെ ആർട്ട് പറയുകയാണ്. ഇല്ലല്ലോ, അതാണ് എൻ്റെ കലാപരമായ ഒരു സാധനം എന്ന് പറയുന്നത് ഇന്നതാണ്. ഈ IFFKക്ക് പോയി നിന്ന് കലാപരമായ സിനിമയ്ക്ക് ഒരു തിയേറ്ററിൽ കയറാനുള്ള ആളിന് ഒരു 3 സിനിമയ്ക്ക് കയറാനുള്ള ആൾക്കാരൊന്ന് ഇടിക്കുകയാണ്. അടുത്ത ആഴ്ച ഈ സിനിമ റിലീസ് ചെയ്യാണ്. ഒരു മനുഷ്യനില്ല തിയേറ്ററിൻ്റെ അകത്ത്. ഷോ നടത്തണോ വേണ്ടതെന്ന് തീരുമാനിക്കുക. ഇതേ നഗരത്തിൽ ഒരാഴ്ചയ്ക്കുള്ള വ്യത്യാസത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട സംഗതിയാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു തോതങ്ങ് നാളെ മുതൽ എല്ലാവരും ആർട്ട് സിനിമയ്ക്ക് മാത്രമേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ കലയുള്ളൊരു സിനിമയും യാഥാർത്ഥ്യമുള്ള ബോധത്തിൽ സിനിമ ഉണ്ടെങ്കിൽ പിന്നെ ഇറങ്ങുന്ന പടങ്ങളെല്ലാം യാഥാർത്ഥ്യബോധമുള്ള സിനിമയാണ്. പണ്ട് ഇടക്കാലത്ത് കുറച്ച് നാൾ അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങി, വളരെ ലൈഫുള്ള. ഇപ്പോൾ ആ സിനിമയെ വന്ന് പ്രകൃതി പടങ്ങളെന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുക. പ്രകൃതി പടങ്ങൾ തീർന്നു, പ്രകൃതി പടം പോരുത് മനസ്സിലായില്ലേ? അത് യാഥാർത്ഥ്യബോധമുള്ള പടത്തിൻ്റെ പുതിയ ന്യൂ ജനറേഷൻ സാധനം. അളിയാ പ്രകൃതി പടമാടാ, പോലെ മനസ്സിലായില്ലേ? വൈബ് കിട്ടത്തില്ല. തന്ത വൈബ്. ഇതിനെല്ലാം അഭിമുഖീകരിച്ചിട്ട് വേണം ഒരു ചലച്ചിത്രകാരന് 10 പേരെ അതിനകത്ത് കയറ്റാനായിട്ട്. അപ്പോഴാണ് അവരെല്ലാം ഈ മറ്റെന്ത് മാർഗം എന്നുള്ളത്. ഇപ്പം ഇന്നത്തെ കാലം വയലൻസിൻ്റെ 2 ആഴ്ച അത് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ മടുക്കും, അടുത്ത ഓണറിലേക്ക് വരുന്നു. ഒരു യുദ്ധമാണ് അവിടെ നമ്മൾ കാണുന്നൊരു സംഗതി.